സ്വന്തം മൈ ഗുഡ്നസ് ഫോട്ടോ ഫിനിഷ് ക്യാമറകൾക്ക് പോലും നിർവചിക്കാൻ കഴിയാത്ത ഫിനിഷ്. ഓവർ ടു റിക്സൺ ഉമ്മൻ. ഷൈജു, അസാധ്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല. വിയപുരമാണോ അല്ല കാരിച്ചാലാണോ ഒന്നും പറയാൻ കഴിയുന്നില്ല. നഗ്ന നേത്രങ്ങൾ പരാജയപ്പെടുന്നു. 5 അല്ല 20 ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരു മുമ്പിൽ ഒരു മൈക്രോ സെക്കൻഡ്. വിയപുരമാണോ ഷൈജു ദാമോദരൻ? വിയപുരമാണോ കാരിച്ചാലാണോ? ഫോട്ടോ ഫിനിഷിംഗ് പോലും പരാജയപ്പെടുകയാണ്. വിയപുരമാണോ കാരിച്ചാലാണോ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരൽപ്പം മുൻപിൽ ഇല്ല. 20-ാം നമ്പർ വള്ളം, 20-ാം നമ്പർ വള്ളം ഒന്നും പറയാൻ സാധിക്കുന്നില്ല. വിധി വരികയല്ലാതെ. വിധി വരട്ടെ, ജഡ്ജസ് അവർ വിധി എഴുതട്ടെ, അല്ലാതെ ഒന്നും പറയാൻ കാണുന്നില്ല. 2024 ഈ നെഹ്റു ട്രോഫി ഇതായിരുന്നു ഒളിപ്പിച്ചു വെച്ചത്. ഇതായിരുന്നു ഈ നട്ടയത്തിന്റെ അടിത്തട്ടില് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഈ മാന്ത്രികതയായിരുന്നു. ഇത് മാത്രമായിരുന്നു. ഏത് കളിവള്ളമാണ്, ഏത് ജലരാജാവാണ്, ഏത് ജല ചക്രവർത്തിയാണ്? നഗ്നനേത്രങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ആരായിരുന്നു മുൻപിലെ? ഒരുപോലെ ഒരു നൂലിക്കെട്ടിയ മുത്തുമണി പോലെ. ഷൈജു ദാമോദരൻ, ഓവർ ടു യു. താങ്ക് യു റിക്സൺ. ഇതൊക്കെ അവിസ്മരണീയ നിമിഷങ്ങളാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ, ഒരു മനുഷ്യ ജന്മത്തിൽ ഒരു പക്ഷേ നമുക്കൊരിക്കൽ മാത്രം നേരിട്ട് കാണാൻ കഴിയുന്ന നിമിഷങ്ങളാണത്. ഐ സ്വയർ യു, ഒരു പക്ഷേ ഒരു ചെറിയ ആയുസ്സിൽ ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമേ ഇത്തരം രംഗങ്ങൾക്ക് സാക്ഷിയാവാൻ കഴിയൂ. ആലപ്പുഴ നെഹ്റു ട്രോഫിയുടെ 70ാമത് സപ്തതി നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ മത്സരിച്ച 4 വള്ളങ്ങളും ഒരുമിച്ച് അതിൽ 2ാം ട്രാക്കിലും 3ാം ട്രാക്കിലും ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങൾ ആരാണ് മുന്നിലെന്ന് ഫോട്ടോ ഫിനിഷ് ക്യാമറകൾക്ക് പോലും കണ്ടുപിടിക്കാനാവാത്ത അത്ര കൃത്യത. എൻ്റെ ഓർമ്മകൾ 40 വർഷം പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. സെക്കൻഡിന്റെ 100,000 വ്യത്യാസത്തിൽ പണ്ട് ലോസ് ഏഞ്ചലസിൽ PT ഉഷയ്ക്ക് നഷ്ടമായ ഒരു മെഡലുണ്ട്. ആ മെഡലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു സെക്കൻഡിന്റെ 100,000 വില എന്താണെന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായും ഇവിടെ ഇന്ന് ടെക്നിക്കൽ ടീം, ഒഫീഷ്യൽ ടീം, സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ, സഹായത്തോടെ ഇന്ന് 70ാമത് നെഹ്റു ട്രോഫിയിൽ അന്തിമ ജേതാവിനെ പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്നറിയാൻ ഇതാ വള്ളംകളി ലോകം കാത്തിരിക്കുകയാണ്. അത് കാരിയാണോ, അത് വിയപുരമാണോ? വിയപുരമാണെങ്കിൽ അത് ചരിത്രം.